അപ്പോൾ നമ്മൾ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനകത്തുള്ള ഹോം ടാബ് കംപ്ലീറ്റ് നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഇതിനകത്ത് നമ്മൾ നോർമൽ ഷേപ്പ് എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയോ അല്ലെങ്കിൽ ഷേപ്പിൽ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു ടാബ് ഇവിടെ ഓപ്പൺ ആവുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണും. പലപ്പോഴും ഹോമിൽ തന്നെ നമ്മൾ വെറുതെ ഓരോ ഷേപ്സ് വരയ്ക്കുമ്പോഴും എന്ത് സംഭവിക്കും, ഷേപ്പ് എന്ന് പറയുന്ന ഒരു ടാബ് അവിടെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഈ ഷേപ്പിനകത്ത് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ്സുകൾ അടങ്ങുന്ന ഒരു ടാബാണ് ഷേപ്പ് ഫോർമാറ്റ് ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്നത് നോർമലി നമുക്ക് ഷേപ്സ് വരയ്ക്കാനായിട്ടുള്ള സെയിം ഓപ്ഷൻ തന്നെയാണ്. ഏകദേശം ആ ഹോം ടാബിൽ നമ്മൾ ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ് കണ്ടല്ലോ, അതിനകത്താണ് നമ്മൾ വരുന്നത്, ഈ ഷേപ്സ് ഒക്കെ വരുന്നത്. ഇതേ സെയിം ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെ വരുന്നതും. ഈ ഷേപ്പ് ഫോർമാറ്റ് ടാബിനകത്ത് ഏറെക്കുറെ ഓപ്ഷൻസ് എല്ലാം സെയിം ആണ്. ഇപ്പോൾ നേരത്തെ കണ്ട പോലെ ഷേപ്സ് ഉണ്ട്, പിന്നെ എഡിറ്റ് ഷേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് ഷേപ്പിനകത്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഷേപ്പാണ്. അതായത് നമ്മളിപ്പോൾ കറൻ്റ്ലി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സർക്കിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രയാങ്കിൾ ആക്കണമെന്ന് വിചാരിച്ചാൽ ട്രയാങ്കിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ചേഞ്ച് ഷേപ്പ്. ഇപ്പോൾ നമുക്ക് പഴയതുപോലെ എന്ത് മതി, സർക്കിൾ തന്നെ മതി എന്നുണ്ടെങ്കിൽ തിരിച്ച് സർക്കിൾ തന്നെ കൊണ്ടുവരാം. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ സെലക്ട് ചെയ്യാത്തത് ഒരിക്കലും ചേഞ്ച് ആവത്തില്ല, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷേപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് എഡിറ്റ് പോയിൻറ്റ്സ്. നിങ്ങളിപ്പോൾ ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു സർക്കിളിനെ ഞാൻ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയാണ്. ഞാൻ ഇതിനെ ഈ ഒരു സർക്കിളിൻ്റെ ഗ്രൂപ്പിൽ നിന്നും മാറ്റി ഈ ഒരു സർക്കിളിനെ മാത്രമായിട്ട് ഞാൻ റിമൂവ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എഡിറ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പോയിൻ്ററുകൾ ചേഞ്ച് ആവും. കണ്ടോ, പോയിന്റിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. നമുക്ക് ഈ നമ്മുടെ മൗസ് പോയിൻ്റർ ഈ പോയിന്റുകളിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ തന്നെ കണ്ടോ, കഴ്സറിൽ ഒരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ മൗസ് പോയിൻ്റർ. ഇതിപ്പോൾ ഈ സർക്കിളിനകത്ത് കയറുമ്പോൾ അത് ഈ 4 ഡയറക്ഷനുള്ള ഒരു പോയിൻ്റർ അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഇതിനെ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ എഡിറ്റ് പോയിൻ്റ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നമ്മൾ ആ കഴ്സർ ആ പോയിന്റിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ആ ഒരു പോയിന്ററിന് എൻ്റെ ഷേപ്പിൽ തന്നെ ഒരു ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഷേപ്പ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് ഈ ഒരു സർക്കിളിൻ്റെ ഷേപ്പ് കംപ്ലീറ്റ്ലി നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നമ്മുടെ യൂസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഷേപ്പ് മാറ്റാൻ പറ്റും. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഈ എഡിറ്റ് പോയിൻ്റ് സെലക്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തൊരു ഷേപ്പിനകത്ത്, ഇപ്പോൾ സർക്കിൾ മാത്രമല്ല ഏത് ഷേപ്പിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷൻ, ഈ എഡിറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിലേക്ക് എന്ത് ചെയ്യാം, ഇതിനെ ചേഞ്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ എഡിറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എഡിറ്റ് ഷേപ്പ് ഓപ്ഷനിൽ ചേഞ്ച് ഷേപ്പ് നോക്കിയായിരുന്നു, എഡിറ്റ് പോയിൻറ്റ്സ് എന്നുള്ള ഓപ്ഷനും നോക്കിയായിരുന്നു. തൊട്ട് താഴെ നമുക്ക് റീറൂട്ട് കണക്ടർ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീറൂട്ട് കണക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇപ്പോൾ ഈ 2 സർക്കിൾസ്, ഇതിന് ഞാൻ ഈ പോയിൻ്റർ യൂസ് ചെയ്ത്, പോയിൻ്ററല്ല ഇത് ജസ്റ്റ് കണക്ടർ എന്ന് പറയും, എൽബോ ആരോ, ഇത് രണ്ടുമാണ് കണക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെ ഞാൻ കണക്റ്റ് ചെയ്യാൻ പോവാണ്. ഈ ഒരു കണക്ടർ യൂസ് ചെയ്ത് ഈ 2 സർക്കിൾസിനെ ഞാൻ എന്ത് ചെയ്യാണ്, കണക്റ്റ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ,
അപ്പോൾ കണ്ടോ, ആ സർക്കിൾസിൻ്റെ ആ ഒരു ഇൻ്റർഫേസിൽ ഒരു ചേഞ്ച് വന്നതായിട്ട് കാണാൻ പറ്റും. ഈ രണ്ട് ഓക്കെ ഇപ്പോൾ കണ്ടോ, അവിടെ അത് തമ്മിൽ ഒരു കണക്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സർക്കിൾസ് തമ്മിൽ എന്ത് ചെയ്തു, കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ആക്റ്റീവായി, ബാക്കി രണ്ട് കമാൻഡ്സും ഇനാക്റ്റീവായിട്ട് റീറൂട്ട് കണക്ടർ എന്ന് പറയുന്ന ഈ ഒരു കമാൻഡ് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, ആ ആരോയിൽ പിന്നെയും ഒരു ചേഞ്ച് വന്നു. നമ്മൾ കൊടുത്ത ഷേപ്പിൽ നിന്ന് എന്ത് സംഭവിച്ചു, ഒരു ചേഞ്ച് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ഈ സർക്കിളിനെ നമ്മൾ എങ്ങോട്ടേക്ക് മൂവ് ചെയ്താലും ഇതിനകത്ത് നമ്മൾ ഈ ഫ്ലോ ചാർട്ടിലൊക്കെ ഒരു ആരോ വരയ്ക്കത്തില്ലേ, ഈ ഒരു പ്രോഗ്രാം ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. അതുപോലെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡയഗ്രാം പോലെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കും, ഈ റീറൂട്ട് കണക്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഇതുപോലെ രണ്ട് ഷേപ്സ് നമ്മൾ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിപ്പോൾ സർക്കിൾ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു ഷേപ്പ് എടുത്താലും ആ ഷേപ്സിനെ തമ്മിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമാൻഡാണ് എന്ത്, ഈ റീറൂട്ട് കമാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിത് റിമൂവ് ചെയ്യാണ്. കണ്ടോ, ഇപ്പം നോർമൽ പഴയ രണ്ട് സർക്കിൾ പോലെ തന്നെ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, അടുത്തതാണ് ടെക്സ്റ്റ് ബോക്സ്. ഡ്രോ എ ടെക്സ്റ്റ് ബോക്സ്. ഡ്രോ എ ടെക്സ്റ്റ് ബോക്സ് എനിവെയർ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. ദിസ് ഈസ് എ ഗ്രേറ്റ് വേ ടു get the exact text box size you want, especially when adding text or shape and object. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എടുക്കുകയാണ്, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാം. അതല്ലാതെ എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഷേപ്പിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഷേപ്പ് ഫോർമാറ്റ് എടുത്തു, ടെക്സ്റ്റ് ബോക്സ് എടുത്തു, ഈ ഷേപ്സിനകത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ടെക്സ്റ്റ് വേണമെങ്കിലും ഇതിനകത്ത് എൻ്റർ ചെയ്യാനായിട്ടും പറ്റും. ഇപ്പോൾ ഈ ഒരു സർക്കിളിനകത്ത് ഞാൻ പവർ എന്നും, അടുത്ത ടെക്സ്റ്റിനകത്ത് അടുത്ത ഈ സർക്കിളിനകത്ത് ഞാൻ എന്തുവാ പവർ പോയിൻ്റ് എന്നും ഞാൻ എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ, ടെക്സ്റ്റ് ബോക്സ് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇതാണ് ടെക്സ്റ്റ് ബോക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ നോക്കുന്നത് ഈ മെർജ് ഷേപ്പ് എങ്ങനെ ആക്റ്റീവ് ചെയ്യാം എന്ന് നമുക്ക് ആദ്യം നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം ഹോം ടാബിൽ പോയിട്ട് ഈ രണ്ട് ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാനായിട്ട് സെലക്ട് ഓൾ എന്ന് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, തിരിച്ച് ഷേപ്പ് ഫോർമാറ്റ് ടാബിലേക്ക് തിരിച്ച് വരിക. അപ്പോൾ കണ്ടോ, മെർജ് ഷേപ്സ് ആക്റ്റീവായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെർജ് ദ സെലക്റ്റഡ് ഷേപ്സ് ഇൻ ടു വൺ ഓർ മോർ ന്യൂ ജിയോമാട്രിക് ഷേപ്പ്. നിങ്ങൾക്ക് ജിയോമെട്രിക് ഷേപ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷേപ്സിനെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനകത്ത് ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഓരോ ഓപ്ഷൻസായിട്ട് നമുക്ക് മൗസ് പോയിൻ്റർ മൂവ് ചെയ്യുമ്പോൾ തന്നെ ആ ചേഞ്ചുകൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, കമ്പൈൻ, കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പ് വന്നില്ലേ. കണ്ടോ, അടുത്തത് ഫ്രാഗ്മെൻറ്റ്, രണ്ടും ആ ഒരു ഗ്യാപ്പ് കളർ കൊണ്ട് ഫില്ലായിട്ടുണ്ട്. അടുത്തത് എന്താ, ഇൻ്റർസെക്റ്റ്, അതൊരു ഓവൽ ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട്. സബ്ട്രാക്റ്റ്, കണ്ടോ, ഒരു നമ്മൾ ഫുൾ മൂണിലേക്ക് അടുക്കുന്ന ഒരു മൂണിൻ്റെയൊക്കെ ഷേപ്പിൽ മാറിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിത്രയാണ് മെർജ് ഷേപ്സിനകത്ത് വരുന്നത്. നമ്മളെപ്പോഴും ഈ രണ്ട് ഒബ്ജക്റ്റും ആക്റ്റീവ് ആയാൽ മാത്രമേ എന്ത് ആക്റ്റീവ് ആവുള്ളൂ, മെർജ് ഷേപ്സ് എന്നുള്ള നമ്മുടെ ഈ ഓപ്ഷൻ ആക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസേർട്ട് ഷേപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ്. അതായത് നമ്മൾ ഷേപ്പ് വരച്ചപ്പോൾ വന്നൊരു പുതിയ ടാബാണ് ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ടാബ്. ആ ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ടാബിനകത്ത് വന്ന ആദ്യത്തെ കമാൻഡ് ഗ്രൂപ്പാണ് ഇൻസേർട്ട് ഷേപ്പ്. അതിനകത്ത് വന്ന കമാൻഡ്സ് എല്ലാം നമ്മളിപ്പോൾ നോക്കിയായിരുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഷേപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട്. ഷേപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു
കമാൻഡ് ഗ്രൂപ്പ് കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ സെയിം നമ്മുടെ ഹോം ടാബിൽ കണ്ടിട്ടുള്ള അതേ കമാൻഡുകൾ തന്നെയാണ്. നിങ്ങൾക്കിവിടെ ക്യുക്ക് നമ്മൾ ഈ ഹോമിൽ കണ്ടില്ലേ, ഇത് ഈ ക്യുക്ക് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതായത് നമ്മുടെ ഈ ഷേപ്സിന് എന്തെങ്കിലും ഒരു തീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സർക്കിൾ മാത്രമേ എന്തായിട്ടുള്ളൂ, ആക്റ്റീവായിട്ടുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ രണ്ടും ആക്റ്റീവ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും കണ്ടോ? അപ്പോൾ എന്ത് സംഭവിക്കും, ആ ക്യുക്ക് തീമിൽ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും. ഒരുമിച്ച് ഫോണ്ട് അല്ലെങ്കിൽ ഈ ഒരു തീം കളേഴ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ക്യുക്കായിട്ട് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിന് ആദ്യം വന്നിരിക്കുന്ന ഈ ഷേപ്പ് സ്റ്റൈലിൽ ഈ ഒരു കമാൻഡ്. അടുത്തത് നമ്മൾ പറഞ്ഞതായിരുന്നു, നമ്മുടെ ഷേപ്പിന് കളറ് ഇവിടെ നിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമാൻഡാണ് ഷേപ്പ് ഫിൽ. നമ്മൾ സെയിം പറഞ്ഞ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയുന്നത്. അടുത്തത് അതിൻ്റെ ബോർഡർ അല്ലെങ്കിൽ ഔട്ട്ലൈനിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഷേപ്പ് ഔട്ട്ഫില്ല്. ഷേപ്പ് എഫക്റ്റ് നമ്മൾ നേരത്തെ നോക്കിയതായിരുന്നു. ഓരോ എഫക്ട്സ് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഷേപ്പിന് നമുക്ക് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. 3D റിഫ്ലക്ഷൻ, ഗ്ലോ, സോഫ്റ്റ് എഡ്ജസ്, ബെവൽ എന്ന് പറയുന്ന എന്ത് ചെയ്യാം, ഓരോ എഫക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഷേപ്പിന് കൊടുക്കാൻ പറ്റും. അടുത്തതായിട്ടാണ് വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഗ്രൂപ്പ്. ഷേപ്പ് സ്റ്റൈൽ നമ്മൾ പഠിച്ചു, ഇൻസേർട്ട് ഷേപ്പ് പഠിച്ചു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് വേർഡ് ആർട്ട്. വേർഡ് ആർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഇതിനകത്ത് ടെക്സ്റ്റ് ബോക്സ്, അതായത് നമ്മൾ ഈ ഷേപ്പിനകത്തും അല്ലെങ്കിൽ ഈ ഷേപ്പിൻ്റെ പുറത്തും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, അതിന് ഞാൻ എന്ത് കൊടുത്തു, പവർ പോയിൻ്റ് എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഷേപ്പ് ഫോർമാറ്റിനകത്ത് വേർഡ് ആർട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ കുറച്ച് ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് എന്ത് ചെയ്യാം, ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വേർഡ് ആർട്ട് ഫസ്റ്റ് ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇതിനകത്ത് വരുന്ന ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കണ്ടോ, വേർഡ് ആർട്ട് ചേഞ്ചായി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇത് ഇത്രയും ഇതിവിടെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന സ്റ്റൈൽസാണ്. അതെന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു വേർഡ് ആർട്ട് സെലക്ട് ചെയ്തു, അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ക്ലിയർ വേർഡ് ആർട്ട്. അപ്പോൾ എന്ത് റിമൂവായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അടുത്തതാണ് ടെക്സ്റ്റ് ഫിൽ. ഇവിടെ പഠിച്ചു പോകുന്ന സെയിം ഓപ്ഷൻസ് ആണ്. ഇവിടെ ഷേപ്പിന് കളർ കൊടുക്കുന്നു. ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുമ്പം ടെക്സ്റ്റിന് കളർ കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടെക്സ്റ്റിന് ആവശ്യമായിട്ടുള്ള ഏത് കളറാണോ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കളേഴ്സ് ഏതെങ്കിലും സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ടെക്സ്റ്റ് ഔട്ട്ലൈനിൻ്റെ കളറും നമുക്ക് ഇവിടെ നിന്ന്, ഇതിപ്പം ടെക്സ്റ്റിൻ്റെ സൈസ് കുറവായതുകൊണ്ടാണ് നമുക്ക് ആ ചേഞ്ചസ് അറിയാൻ പറ്റാത്തത്. നമുക്കിവിടെ വന്നിട്ട് ജസ്റ്റ് ഈ ഫോണ്ടിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 28 വെച്ചിട്ട് ഷേപ്പ് ഫോർമാറ്റ് എടുത്തു. വേർഡ് ആർട്ട് എന്തെങ്കിലും കൊടുക്കുകയാണ്. ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ കളറ് കണ്ടോ, ഓരോ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതനുസരിച്ച് ആ ഔട്ട്ലൈൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് കളേഴ്സ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അടുത്താണ് ടെക്സ്റ്റ് എഫക്റ്റ്. സെയിം നമ്മൾ കണ്ട ഓരോ ഷാഡോ, റിഫ്ലക്ഷൻ അങ്ങനെയൊക്കെ ഉള്ള എഫക്റ്റ് നമ്മുടെ ടെക്സ്റ്റിന് കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്ത്, ടെക്സ്റ്റ് എഫക്റ്റ് എന്നുള്ളത്. ഷാഡോ ഉണ്ട്, റിഫ്ലക്ഷൻ ഉണ്ട്, ഗ്ലോ ഉണ്ട്. കണ്ടോ, ഗ്ലോയിനകത്തും ഇത്ര എഫക്റ്റുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നെക്സ്റ്റ് ബെവൽ, കണ്ടോ 3D റൊട്ടേഷൻ. പല ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വേർഡിനെ റൊട്ടേറ്റ് ചെയ്തും എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റിന് എഫക്റ്റ് കൊടുക്കാം. ട്രാൻസ്ഫോം, കണ്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് കണ്ടോ, നമ്മൾ ചില ഈ പോസ്റ്റേഴ്സിലും ഫ്ലെക്സിലൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ വളച്ചും സർക്കിളായിട്ടും ഇങ്ങനെ ഓരോ സ്ലാൻഡിങ്ങിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
ടെക്സ്റ്റിനെ അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും എന്തിനകത്ത് അവൈലബിൾ ആണ്? പവർ പോയിൻറ്റിനകത്ത് ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഈ ടാബിനകത്ത് വേർഡ് ആർട്ടിനകത്ത് നമുക്ക് എന്താണ് ടെക്സ്റ്റ് എഫക്റ്റിൽ ഇങ്ങനത്തെ ട്രാൻസ്ഫോം എന്ന് പറയുന്ന എഫക്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നോർമലാണ്, നോ ട്രാൻസ്ഫോം. ഓരോ പാത്തിൽ നമുക്ക് കാണിക്കാം, റാപ്പായിട്ട് കാണിക്കാം. കണ്ടോ, ഇങ്ങനെയൊക്കെ പല പല ആർട്ട് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാണിക്കാനായിട്ട് പറ്റും. അടുത്തതാണ് ഓൾട്ട് ടെക്സ്റ്റ്. ക്രിയേറ്റ് ടെക്സ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ഓഫ് യുവർ സ്ക്രീൻ റീഡർ. ഈ ഓൾട്ട് ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു പിക്ചറാണ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ പിക്ചറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ അതായത് മെയിൻലി ഈ കമാൻഡ് ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ ഇവിടെ ഇൻസേർട്ട് ചെയ്തു, നമുക്ക് ഒരു കാര്യം ചെയ്യാം, അത് ഇൻസേർട്ട് ടാബിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ പിക്ചർ കാണുമ്പോൾ ഒരു വ്യക്തിക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇവിടെ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് അവർ കൊടുത്തിട്ടില്ല. ഇതൊരു ഷേപ്പ് ആയതുകൊണ്ടാണ് എന്ത് കൊടുക്കാത്തത്, അവരൊരു എന്താണ് അതിൻ്റെ മീനിങ് എന്നൊന്നും കൊടുക്കാത്തത്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഇതിനകത്ത് പിക്ചർ ഇൻസേർട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഈ ഷേപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ തന്നെ ആ ഓപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം അത് ആ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഈ അറേഞ്ച് എന്ന് പറയുന്ന കമാൻഡ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. സെയിം മറ്റേ നമ്മൾ ഹോം ടാബിൽ പഠിച്ച സെയിം കാര്യങ്ങൾ തന്നെയാണ്. ബ്രിങ് ഫോർവേഡും ഇതിപ്പോൾ സെലക്റ്റഡ് ടെക്സ്റ്റ്, ഇതിപ്പോൾ ബാക്ക്വേർഡ് നിൽക്കുന്നതാണെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, ബ്രിങ് ഫോർവേഡ്. കണ്ടോ, അത് ഫ്രണ്ടിലേക്ക് വന്നതായിട്ട് കാണാൻ പറ്റും. അടുത്തത് സെൻഡ് ടു ബാക്ക്വേർഡ് കൊടുത്താൽ എന്ത് സംഭവിക്കും, അത് ബാക്കിലേക്ക് പോവും. ഇനി നമുക്ക് ഇതിനെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാം, ബ്രിങ് ഫോർവേഡ്. കണ്ടോ, ഇനി ബാക്ക്വേർഡ് കൊണ്ടുപോകാൻ എന്ത് ചെയ്യാം, ബാക്ക്വേർഡ് കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സർക്കിൾ ഫ്രണ്ടിലോട്ട് വന്നതായിട്ടും കാണാൻ പറ്റും. സെലക്ഷൻ പെയിൻ സെയിം തന്നെയാണ്. നമുക്കിതെന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാനുമായിട്ട്, സർക്കിൾസിനെ ഹൈഡ് ചെയ്യാനും ഷോ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് ഈ സെലക്ഷൻ പെയിൻ എന്നുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഹൈഡ് ചെയ്യാൻ ഷോ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് അലൈൻമെൻ്റ് ആണ്. അലൈൻമെൻറ്റ് നമുക്ക് ഇത് സർക്കിൾ ആയതുകൊണ്ട് അലൈൻമെൻറ്റ് അറിയാൻ പറ്റത്തില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു ട്രയാങ്കിളിനെ കൊണ്ടുവരാം. ട്രയാങ്കിളിൻ്റെ പടം വരച്ചിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് അലൈൻ ലെഫ്റ്റ്, സെൻറ്റർ. കണ്ടോ, എന്ത് ചെയ്യാം, അലൈൻ ടോപ്പ്, ഇങ്ങനെ ഓരോ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. മിഡിൽ, ബോട്ടം, ഇങ്ങനെയൊക്കെ അലൈൻമെൻറ്റ് കൊണ്ടുവരാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിപ്പോൾ മിഡിലോട്ട് തന്നെ കൊണ്ടുവരാം, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. കണ്ടോ, റൊട്ടേറ്റ് 90 ഡിഗ്രി, റൊട്ടേറ്റ് റൈറ്റ് 90 ഡിഗ്രി, ലെഫ്റ്റ് 90 ഡിഗ്രി, ഫ്ലിപ്പ് വേർട്ടിക്കലി, ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, അങ്ങനെ മോർ റൊട്ടേഷൻ. ഇതെല്ലാം നമ്മൾ ഹോം ടാബിൽ പഠിച്ച സെയിം തന്നെയാണ്. ഇനി എന്ത് ചെയ്യാം, സൈസ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഗ്രൂപ്പ് ഉണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആരോസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഹൈറ്റും വിഡ്ത്തും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, ഇത് ഇത്രയാണ് സൈസ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് മെയിൻലി. അപ്പോൾ നമ്മൾ ഈ ഷേപ്പ് ഫോർമാറ്റ് ടാബ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു ഷേപ്പ് ആഡ് ചെയ്യുമ്പോൾ മാത്രം ഓപ്പൺ ആയി വരുന്ന ഒരു ടാബാണ് എന്ത്, ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ളത്. ഇതിനകത്ത് ഇൻസേർട്ട്, ഷേപ്പ് സ്റ്റൈല്, വേർഡ് ആർട്ട് സ്റ്റൈൽ, ആക്സസിബിലിറ്റി, അറേഞ്ച്, സൈസ്, ഇത് ഇത്രയാണ് ഇതിനകത്ത് വരുന്ന
കമാൻഡ് ഗ്രൂപ്പ്സ്. ഇതിനകത്തുള്ള ഓരോ കമാൻഡ് ഗ്രൂപ്പ്സും നമ്മൾ പഠിച്ചതാണ്. ഏറെക്കുറെ നമ്മൾ ഹോം ടാബിലുള്ള സെയിം കമാൻഡ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാത്തത്. ഇത്രയാണ് മെയിൻലി ഇതിനകത്ത് വരുന്ന കമാൻഡ് ഗ്രൂപ്പ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഷേപ്പിനകത്ത് തന്നെ വരുന്ന ഈ കളർ ഫില്ല് ചെയ്യുന്നതും പിന്നെ എന്താണ് ഔട്ട്ലൈൻ കളർ കൊടുക്കുന്നതും ഷേപ്പിൻ്റെ എഫക്റ്റ് കൊടുക്കുന്നതും, അത് കഴിഞ്ഞിട്ട് വേർഡ് ആർട്ട്, വേർഡിൽ തന്നെ ടെക്സ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിനും കളർ കൊടുക്കാം, ഔട്ട്ലൈൻ കൊടുക്കാം, ടെക്സ്റ്റ് എഫക്റ്റ് കൊടുക്കാം. ഓൾട്ട് ടെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ തന്നെ ഷേപ്സിന് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക, ബാക്കിലോട്ട് കൊണ്ടുവരിക, അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ എന്ത് ചെയ്യാം, നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, 90 ഡിഗ്രി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമായിട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സൈസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിൻലി ഷേപ്പ് ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ടീച്ചേഴ്സുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻസേർട്ട് ടാബ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.